എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. എന്താ പറയാ, ഞാൻ അത് ഉറപ്പിച്ചതാട്ടോ. ആണല്ലേ? അതായത് ബ്രസീൽ vs നോർവേ, അതിൽ നിന്നാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നു. നോർവേ ബ്രസീലിന് നോവേ വഴിയില്ല. സത്യം. ഇത് മറ്റേ ഏതോ സിനിമയിൽ ലാലേട്ടൻ പറഞ്ഞ പോലെ പറന്ന് പറന്ന് പോയി എന്ന് പറഞ്ഞില്ല, അങ്ങ് ദൂരേക്ക് മഞ്ഞക്കിളികൾ പറന്ന് 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 പോയി ദൂരെ എങ്ങോട്ടോ പോയി. ഇനി 2030 വരണം. 2030 നോക്കാം. അല്ലാതെ ഇപ്പൊ അതിന്റെ മുന്നേ ഒന്നും പറ്റൂലല്ലോ. ഇനി കഴിഞ്ഞില്ലേ എല്ലാം. എന്താണെങ്കിലും നമുക്ക് വലിയ സന്തോഷമൊന്നുമില്ല. അതിന് കാരണം നെയ്മറിന്റെ സുൽത്താൻ പടിയിറക്കം കൂടിയായിരുന്നു ഇന്നലെ, അതായത് ഇന്ന് രാവിലെ. സത്യം. നെയ്മറിന് അത്രക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ എന്താണെങ്കിലും ചെറിയൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വന്നൊരു പെനാൽറ്റി ആണെങ്കിലും അത് ഗോളാക്കിയിട്ടാണ് പോകുന്നത്. പെനാൽറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, പെനാൽറ്റി കിട്ടിയാ പോരാ, അടിക്കണം. ചാൻസ് കിട്ടിയതാണ്. അതല്ലേ, ഇവര് പെനാൽറ്റി കിട്ടിയിട്ടല്ലേ നിങ്ങൾ വേൾഡ് കപ്പ് അടിച്ചതെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഡയലോഗ് അടിച്ച ആൾക്കാരാണ്. ഇപ്പൊ മനസ്സിലായോ? പെനാൽറ്റി കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, ഇത് കിട്ടുന്നവർക്ക് അത് ഉപയോഗിക്കാനും. അതെ. ഇനി മറ്റൊന്ന്, കുഞ്ഞൻ ടീമിനെ കിട്ടി കുഞ്ഞൻ ടീമിന്റെ മർദ്ദകർ, എന്നിട്ട് നിങ്ങൾ കപ്പടിച്ചു, ഫിഫ ബോയ് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കാറുണ്ടല്ലോ. കുഞ്ഞൻ ടീമിനെ കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, കുഞ്ഞൻ ടീമിനെ തോൽപ്പിക്കും വേണം. മനസ്സിലാവുണ്ടോ? പേരില് മാത്രമല്ല ഈ കുഞ്ഞൻ എന്ന് പറയുന്നത്, തോൽപ്പിച്ചും കൂടി കാണിക്കണം. കാലില് കളിച്ചിട്ട് എന്നിട്ട് ഗോൾ ഇട്ടിട്ട് ജയിക്കണം. മനസ്സിലാവുന്നുണ്ടോ? മുക്കി തൂറിയല്ലേ ജയിച്ചത്. ഏത് നമ്മള് ജയിച്ചു കഴിഞ്ഞാലേ എന്തൊക്കെ ഡയലോഗുകളായിരുന്നു. ഇനി നല്ല മാർജിനിൽ ജയിച്ചു കഴിഞ്ഞാൽ കുഞ്ഞൻ ടീം, ഏതാ ഫിഫ മഞ്ചേരിയോ അല്ലെങ്കിൽ പഞ്ചായത്ത് ടീം, എന്തൊക്കെ ഡയലോഗാ വരലുണ്ട് അറിയോ? ഇപ്പതാ നോർവേ. ഇപ്പൊ നോർവേ, അയ്യോ എന്ത് വലിയ ടീമാ നോർവേ. സത്യമായിട്ട് ഇതുവരെ ബ്രസീല് ചരിത്രത്തിൽ ഇതുവരെ നോർവേനോട് ജയിച്ചിട്ടില്ല. ഇന്നലത്തെ ഇന്ന് രാവിലത്തെ അടക്കം 5 കളിയായി. 5 കളിയിൽ 3 ജയിച്ചിരിക്കുന്നത് നോർവേ, 2 സമനില. 5 കണക്ക് പറയുമ്പോ ഇനിയിപ്പോ അതാണ് പറയാനുള്ള വഴി. 5 കപ്പ് ഉണ്ട് എന്ന് പറയാം. അല്ല, ഇനി അത് പറയാം. അതെ. ഇനിയിപ്പോ ഒരു 5 വയസ്സും 8 വയസ്സൊക്കെ ഉള്ള പിള്ളേരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് കപ്പെടുത്ത കഥ പോലും ഉണ്ടാവില്ല അടുത്ത വേൾഡ് കപ്പ് ആവുമ്പോ. ഞാൻ ആലോചിക്കണേ, കാലചക്രം തിരിഞ്ഞു വന്ന ഒരു അവസ്ഥയും. അതായത് പണ്ടത്തെ അർജന്റീന ഞങ്ങൾ കൊറേ അനുഭവിച്ചാണ്. ഇപ്പൊ ഈ നമ്മള് പറയുന്ന സാധനല്ലേ, ഇതിലേക്ക് 100 ഇരട്ടി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് കേട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ ഇങ്ങനെ മാന്യമായിട്ടല്ല ശരിക്കും പ്രതികരിക്കേണ്ടത്. പക്ഷെ ഞങ്ങളത് ചെയ്യൂല. കാരണം എന്താണെന്നറിയോ? നമുക്ക് കുറച്ച് ഉളുപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഉളുപ്പിന്റെ ഒക്കെ അപ്പുറം ഞങ്ങൾക്കറിയാം ഈ ഫീലിങ്സ് എന്താണെന്നുള്ളത്. അതാണ് തോറ്റവരുടെ വേദന എന്താണ് അത് മനസ്സിലാക്കണം. അത് ഞങ്ങൾ കൊണ്ട് കാലങ്ങൾ കൊണ്ട്, അതായത് നിങ്ങൾ കപ്പ് കണ്ടിട്ടായിരിക്കാം കൂടെ കൂടിയത്, ഞങ്ങൾ കപ്പ് കണ്ടിട്ടല്ല കൂടെ കൂടിയത്. കളിയുടെ ഭംഗിയും ആ ടീമിനോടുള്ള ഭയങ്കരമായ ഒരു പ്രേമം, ആ പ്രേമം കൊണ്ട് ഇവര് തോറ്റാലും ഞങ്ങൾ കൂടെ നിന്ന് ലോയൽ ഫാൻസ് ആയിട്ട് മുന്നോട്ട് പോയി ഞങ്ങൾ പടുത്തുയർത്തിയതാടാ ഇപ്പത്തെ ലെഗസി. അല്ല പിന്നെ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പത്തെ ഫാൻസിനോട് വീണ്ടും ഞാൻ പറയും, ജനിച്ചിട്ട് വേൾഡ് കപ്പ് എടുക്കുന്ന കാണാത്ത ടീമുകളൊക്കെയാണ് ഇവിടെ വന്നിട്ട് ഈ കുറച്ചോണ്ടിരിക്കണത്. നമുക്ക് നന്നായിട്ട് അറിയാം. അവരെ പോലും വിഷമിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം കളിച്ച് മുന്നോട്ട് വരുമ്പോ അവിടെ ചെറുതോ വലുതോ ഇല്ല. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ 48 ടീം വേൾഡ് കപ്പ് കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ 48 ടീമിന് ഒരേ പ്രാധാന്യം തന്നെയാണ്. ഇതെന്താ അറിയോ? ഇതിങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരെ തലയിലേക്ക് ഇടുമ്പോ അവിടെ നമ്മുടെ ടീമും ഇപ്പതാ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോ നമ്മുടെ ടീമിന് ഈജിപ്തിനോട് ഇറങ്ങുന്നുണ്ടെന്ന് നമുക്ക് ധാരണ വേണം. അത് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഇപ്പോഴും ടെൻഷനാ. ഞങ്ങൾക്ക് ഈജിപ്ത് ചെറുതെന്നോ വലുതെന്നോ അങ്ങനെയൊന്നുമില്ല. കളിയുടെ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞത് പേടിച്ചിട്ടിരുന്നിട്ടാ കളി കണ്ടത്. അതെ, പോർച്ചുഗലും ഉസ്ബെക്കിസ്ഥാനും കളി നടന്നപ്പോ, അതായത് പോർച്ചുഗലിന് കിട്ടിയത് ഉസ്ബെക്കിസ്ഥാൻ അല്ലേ, കുഞ്ഞൻ ടീം അല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അപ്പോഴും നമ്മൾ പറഞ്ഞു ഈ ചെറിയ ടീമെന്നോ വലിയ ടീമെന്നോ ഇല്ല എന്നുള്ളത്. അവിടെ ആര് ജയിക്കും? ഇപ്പം ജപ്പാനോട് ജയിച്ച സമയത്ത് നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളൂ, ജപ്പാൻ ചെറിയ ടീമായിരുന്നു. അല്ല, അപ്പം റാങ്കിങ്ങും ഇത് നോക്കിയിട്ടല്ല ഓരോ കളിയും വിലയിരുത്തേണ്ടതെന്നുള്ളത് ഈ വേൾഡ് കപ്പിലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഈ വേൾഡ് കപ്പിൽ അതായത് ഏത് വലിയ ടീമുകളെയും മറ്റേ അടിച്ച്
അങ്ങ് ഒഴിവാക്കി വിട്ടേക്കുന്ന ചെറിയ ചെറിയ ടീമുകളാണ്. അതായത് കാലങ്ങളായിട്ട് കാലചക്രം മറിഞ്ഞു വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു ഗുണം എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ജയം ആസ്വദിക്കുക, എന്നിട്ട് ഞങ്ങൾ അതിൽ ആനന്ദിക്കുക. നിങ്ങൾക്കുള്ള ഇതെന്താ പറയുക, നിങ്ങൾക്ക് വന്ന പരിണാമം, അതായത് നിങ്ങളെ ജയത്തിൽ നിന്ന് നിങ്ങൾ അതൊക്കെ മറന്നു. നിങ്ങളെ ജയം ആഘോഷിച്ച് പോയിരുന്നൊരു കാലമുണ്ട്. അത് കണ്ട് ഞങ്ങൾ തകർന്നിരുന്ന കാലം ഉണ്ടായിരുന്നു. ബ്രസീലിൻ്റെ ഒരു പ്രതാപകാലം ഉണ്ടല്ലോ, ആ സമയമൊക്കെ. അതായത് എപ്പോൾ കളിച്ചാലും ബ്രസീൽ അർജന്റീന ഇടും, അതും 4-1, 3-1, 3-0 ഒക്കെ. ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ നിങ്ങൾക്കുള്ളൊരു പരിണാമം, അതായത് നമ്മുടെ കളി എപ്പോഴെങ്കിലും തോൽക്കുന്നുണ്ടെങ്കിൽ അതിലൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റും, അതിന് കാത്തിരിക്കുക എന്നുള്ളതാണ് ഒന്ന്. പിന്നെ അതിനും ചാൻസ് വളരെ വിരളമാണ്. അത് 2010 ശേഷം ഫൈനൽ, വേൾഡ് കപ്പ് ഫൈനലിൽ തോറ്റു. ഇവരെന്നോ പോയി. നമ്മള് തോറ്റത് ആസ്വദിക്കുകയാണ് ഇവര് എൻജോയ് ചെയ്യാണ്. പിന്നെ ഒരു പെനാൽറ്റി മിസ്സാക്കിയോ, പിന്നെ എന്തെങ്കിലും, അതായത് ഓപ്പൺ ചാൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അത് ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സി മാത്രമുള്ളൂ. എന്തൊക്കെ കണ്ടെത്തലുകളാണ്. കരച്ചിലിന്റെ പല വേർഷനാണ്, കാരണങ്ങള് പലതാണ്. അതാണ് അർജന്റീന ജയിച്ചാലും ഇതേപോലെ തന്നെ 10 ജയിച്ചാലും അങ്ങനെ തന്നെ കാരണങ്ങൾ ഒരു 100 ഉണ്ടാവും അവർക്ക്. അപ്പൊ നമ്മള് ഇനി ഫ്രാൻസിനെയാണ് 10 ഇട്ടെന്നിരിക്കും. അപ്പൊ ഫ്രാൻസ് കുഞ്ഞൻ ടീമായി. അപ്പൊ അല്ല, കുഞ്ഞൻ ടീമും അല്ല, ഫ്രാൻസിന്റെ ഫുൾ ടീം ഇറങ്ങിയിട്ടില്ല. ഫുൾ ടീം വന്നിട്ടില്ല. ഫ്രാൻസിന്റെ സി ടീമാണ് നിങ്ങളുമായിട്ട് കളിച്ചതെന്ന് പറയും. കേട്ടിട്ടുണ്ട് ഇത്. അപ്പൊ ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് പരിണാമം സംഭവിച്ചിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? കളി തീരുന്നതിന് മുൻപ്, വിസിലടിക്കുന്നതിന് മുൻപ് ക്ലബ്ബുകളിൽ നിന്നും കൂട്ടുകാരന്മാരുടെ ഇടയിൽ നിന്നും ഓടി ഒളിക്കേണ്ട രീതിയിലേക്ക് പരിണാമം സംഭവിച്ചിരിക്കുന്നു ബ്രസീൽ ഫാൻസിന്. അത് സ്വയം വരുത്തി വെച്ചതാണ്. മാറി. നിങ്ങളത് ചിന്തിക്കണം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ തോൽവിയിൽ നിന്ന് ഈ ഒരു അവസ്ഥ ഒന്ന്, പിന്നെ ഞങ്ങളുടെ തോൽവി കാണാൻ ആഗ്രഹിച്ചു നിൽക്കുക. ഇനി അതാണ് ഇവരുടെ പരിപാടി. അത് തന്നെ ഇവരങ്ങ് പോകും. ഇനി എല്ലാ ടീമും, അതായത് ഇന്നേ ഉള്ളൂ ബ്രസീൽ തോറ്റേന്റെ വിഷമം. കാത്തിരിക്കുകയാണ്. നാളെ മുതല് ഈജിപ്ത് അവരുടെ ടീമാണ്. ഈജിപ്തിന് ശേഷം ഇംഗ്ലണ്ടുമായിട്ട് വരുമ്പോ ഇംഗ്ലണ്ട് അവരുടെ ടീമായിരിക്കും. ഇതിപ്പോ നമ്മുടെ എതിരാളികളായി കാണുന്നവരെ, അവർക്ക് എതിരാളിയായി വരുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയല്ല. ഇവർക്ക് ബ്രാച്ചുകൾ ഘടകമുണ്ട്. അതായത് ഫ്രാൻസ് എംബാമ്പെ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ മെസ്സിക്ക് ചീത്തവിളി, അർജന്റീന ഫാൻസിന് ചീത്തവിളി. എംബാമ്പ കളിക്കുന്നുണ്ടാ, ഓൻ കളിക്കാരനാണ്, നിങ്ങളെ പ്ലെയർ ഒന്നല്ല ആള്. എംബാപ്പ കളിക്കുന്നുണ്ട്, അവരുടെ ടീമിനെ അവര് മുകളിലേക്ക് എത്തിക്കണുണ്ട്, കപ്പ് നേടി കൊടുത്തിട്ടുണ്ട്. ആദ്യം നിങ്ങളുടെ ടീമിന് ഇതുപോലെ എന്തെങ്കിലും കളിച്ച് എവിടെങ്കിലും വരെ ഒന്ന് എത്തിക്കും. വീട്ടിലെത്തിക്കുന്ന കാര്യമല്ലോ ഉദ്ദേശിച്ചത്, തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിടുന്ന കാര്യമല്ല ഉദ്ദേശിക്കണേ. കളിച്ചിട്ട് എയർപോർട്ടിലെത്തിയിട്ടുണ്ടാവുള്ളൂ. അങ്ങനത്തെ കളിയല്ല ഉദ്ദേശം. കളിച്ചൊരു കപ്പ് മേടിച്ചു കൊടുക്ക്, അല്ലെങ്കിൽ ആ കപ്പ് കിട്ടാൻ വേണ്ടിട്ട് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും. അല്ലാണ്ട് ഇവര് എനിക്ക് തോന്നുന്നു ബ്രസീലിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അപ്പുറത്ത് ക്രിസ്ത്യാനോനെ പ്രോത്സാഹിപ്പിക്കാൻ പോകും. ഇപ്പുറത്ത് എംബാപ്പെ ഒരെണ്ണം അടിച്ചിട്ടുണ്ടെങ്കിൽ എംബാപ്പനെ പ്രോത്സാഹിപ്പിക്കാൻ പോകും. ഹാളണ്ടിനെ പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നില്ല. രണ്ടും അങ്ങ് കയറിയിട്ടുണ്ട് നേരെ വലയിലേക്ക്. ടച്ച് ചെയ്തിട്ടുള്ളൂ, വേറെ കൂടുതലൊന്നും ആള് ചെയ്തിട്ടില്ല. അതെ, ഒന്നും ചെയ്തിട്ടില്ല. സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് നെക്കിക്ക് വന്നിട്ട് കുറച്ച് പൂഴിമണ്ണ് വായിലിട്ട് വന്നിട്ട് പോയി. ഒന്നും ചെയ്തിട്ടില്ല, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ചെങ്ങായില്ലേ, രണ്ടാമത്തെ ഗോള് കാലില് കിട്ടിയോ, അത് ഗോള്. അങ്ങനെയാണ് അത് കാണേണ്ടത്. തലയിൽ വന്നതും തലയിൽ വന്നാലും അതും ഗോള്, അതും ഗോള്. എന്താണെങ്കിലും എന്തല്ലേ പെനാൽറ്റി അടിക്കാൻ പറ്റൂല, അതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പരിഹസിച്ച ആൾക്കാര് തിരിച്ചടിക്കാൻ പെനാൽറ്റി വേണ്ടി വന്നു. എന്നിട്ട് ഇപ്പൊ പെനാൽറ്റിയിലൂടെ എന്റെ മുത്ത് സുൽത്താൻ, അത് പറയുമ്പോ എനിക്ക് വേദനയാണ്. നമ്മളെ ചെറുകനാണ് സത്യമായിട്ട് പറയാ. അതായത് നെയ്മർ ഇപ്പോഴൊന്നും അല്ല കേട്ടോ, നെയ്മറിന്റെ പ്രതാപകാലല്ലേ, ആ സമയത്ത് പോലും നെയ്മർ ഗോൾ അടിക്കുന്നുണ്ടെങ്കിൽ നെയ്മർ അടിക്കണേ എന്ന് മനസ്സിൽ ആഗ്രഹിച്ച, അതായത് ബ്രസീലിന് വേണ്ടിയിട്ടാണ് ഈ ഗോള് വരിക. ആ ബ്രസീൽ ഫാൻസ് നമ്മുടെ നെഞ്ചത്ത് കേറും. മനസ്സിലാവുണ്ടോ? ഞങ്ങളെ നെയ്മറിനെ കണ്ടോടാ എന്ന് ചോദിച്ചാൽ നമ്മൾ അപമാനിക്കും. എന്നിട്ടും നെയ്മറിന് വേണ്ടിയിട്ട് ഇവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്താ കാര്യം എന്നറിയാം? ആ കാലിലെ കളി കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? അതിന് ശേഷം അങ്ങനത്തെ ഒരു സാധനമൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു അതേപോലെ ഒരു കളിയുള്ള വിനീഷ്യസ് ആയിരുന്നു. വിനീഷ്യസിനൊന്നും ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് മാത്രം ഒന്നുമില്ല. അതായത് ഞാൻ എന്താണെന്നറിയോ, എനിക്ക് കൂടുതൽ വിഷമിപ്പിക്കുന്ന ഇഷ്ടമല്ല. അതാണ് എന്താന്നറിയോ, ഇത് ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലേ, ഇത്രയും പറഞ്ഞില്ലേ പിന്നെ ഞങ്ങളൊരു അർജന്റീന ആരാധകനാണോ? കാരണം അത്രത്തോളം ഞങ്ങളെ
ഞാൻ അപമാനിച്ച് ഇപ്പോഴും എന്തിന് ഇപ്പൊ ഈ അടുപ്പിച്ച് 3-4 കളി ജയിച്ചു. ഈ 4 കളി ജയിച്ചു കഴിഞ്ഞപ്പോഴും ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന പല വാക്കുകളും ഉണ്ട്. അതായത് ഫിഫ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ ലോക്കൽ ടീംസിനെ ഇറക്കി കൊടുക്കുന്നു. ഈ ലോക്കൽ ടീംസ് തന്നെയാണ് ഇവരുടെ ഒക്കെ വല്യപ്പന്മാരെ ഒഴിവാക്കിയിട്ടുള്ളത്. അതാണ് ആലോചിച്ച് നോക്കണം. അതവര് സമ്മതിക്കൂല. അപ്പൊ അതൊക്കെ വലിയ ടീം. അർജന്റീന കളിക്കുമ്പോൾ മാത്രം ഇവരൊക്കെ ലോക്കൽ ടീമുകളാണ്. എന്നിട്ട് ഇവർക്ക് അളിയനുണ്ട്, മച്ചമ്പിമാരുണ്ട്. അളിയൻ പോയി, ഇനി മച്ചമ്പി എന്താണെന്ന് അറിഞ്ഞൂടാ. ഇന്ന് രാത്രി എന്തൊക്കെയാണ് ഇവരെ രീതി. സത്യമായിട്ട് പറയാം, എത്ര കളിയാക്കണ്ടെന്ന് പറഞ്ഞാലും അറിയാണ്ട് ചോദിച്ചു പോകണം. ഉസുറ് പുളിയുണ്ടോ? അല്ല, അറിയാൻ മേലായിട്ട് വെക്കാം. ഇവര് പറയണേ മുക്കി നൂറിയാണ് കഴിക്കുന്നത്. ഇവര് മുക്കണില്ല, അതാണ് വിറ്റ്. ഇവര് തൂറുന്നുണ്ട്, പക്ഷെ മുക്കിയിട്ടല്ല. അല്ല, പറയാണ്ടിരിക്കാൻ പറ്റണില്ല. അതുകൊണ്ടാ നിങ്ങളെ കൊണ്ട് മുക്കാനൊന്നും പറ്റണില്ലല്ലോ. എന്നിട്ട് കിടന്ന് ഡയലോഗ് അടിക്കാം. മുക്കുന്നവരെ നോക്കിയിട്ട് നിങ്ങൾ മുക്കിയാ ജയിച്ചതെന്ന് പറയാം. ഞങ്ങൾക്ക് അവിടെ മുക്കാൻ ഒരു 10 പേരെങ്കിലും ഉണ്ട്. നിങ്ങൾക്ക് അതില്ല. അതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ അവിടെ ആരില്ല. ഘടകമേ ഇല്ല അവിടെ. മനസ്സിലായില്ലേ? ചെതറിനായിട്ട് എന്താണെങ്കിലേ ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത 4 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അതെ, എന്താ പറഞ്ഞ സെമി കിട്ടണം. കിട്ടാനോട് വേണ്ടേ? കിട്ടിയില്ലേ? ഞങ്ങളുടെ കാര്യം തന്നെ ഞങ്ങൾ പറയാം. ഞങ്ങൾ ഈജിപ്തിനെ മറികടന്നാലേ ഞങ്ങൾ അടുത്തതിലേക്ക് എത്തുള്ളൂ. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് ക്വാർട്ടർ സ്വിറ്റ്സർലാൻഡിനോടോ കൊളംബിയനോടോ മറികടന്നിട്ട് ഞങ്ങൾ സെമിയിലെത്തുള്ളൂ. ഈ ധാരണ ഞങ്ങൾക്ക് ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്. കാരണം ഞങ്ങൾ 2022 വെറുതെ സെമിക്കെത്തലും ഫൈനലിലേക്ക് എത്തിയതല്ല. മനസ്സിലാവുണ്ടോ? കളിച്ച് ജയിച്ച് തന്നെ എത്തിയതാ. അളന്ന് മുറിച്ച് കളിച്ച് തന്നെ എത്തിയതാ. ചോര കുറച്ചൊക്കെ ഒഴുക്കി തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതൊന്നും ഈസിയുള്ള പരിപാടി. അത് ഇപ്പോഴും പറയാം. അത് അർജന്റീന ടീമിന് മാത്രമല്ല, അർജന്റീനയെ സ്നേഹിച്ചിട്ടുള്ള ഓരോ മനുഷ്യനും ഈ തെറിവിളിയും ചീത്തവിളിയും ഒക്കെ കേട്ട് നല്ല വിഷമവും സങ്കടത്തിന്റെ ഉള്ളിൽ കൂടെ തന്നെ പോയിട്ട് തന്നെയാണ് കപ്പ് അടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് ഇവിടെ വന്നിട്ട് ഈ ഡയലോഗ് അടിക്കുന്നുണ്ടെങ്കിൽ അതിനു മുന്നേ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ഇത് വെറും പന്തുകളി മാത്രല്ല, ഇതൊരു വാറാണ്, യുദ്ധം. 2 രാജ്യങ്ങൾ തമ്മില്, അതും ലോകം മൊത്തം നോക്കി നിൽക്കുന്നു, ഉറക്കൊഴിച്ച് കാത്തിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ ആര് ജയിക്കുന്നത്. അപ്പോ ഈ വരുന്ന ടീം ഓരോ കയ്യിൽ ഒരു ബോളാണുള്ളത്. മനസ്സിലാവുണ്ടോ? ഈ ഗ്രൗണ്ടിൽ ഒറ്റ ബോളാണല്ലോ 2 ടീമിനുള്ളത്. തട്ടുമ്പോ യുദ്ധ കണക്കിന് കളിക്കണം, ആക്രമണം വരും. അപ്പോ കുഞ്ഞൻ ടീമും ഇല്ല, വലിയ ടീമും ഇല്ല. ഇത് മനസ്സിലാക്കിയാൽ മതി. അതിന് ഉദാഹരണങ്ങൾ വേണമെങ്കിൽ വേറെ ഉണ്ട്. യുദ്ധം നടക്കുന്നിടത്ത് ചെറിയ ടീമാണോ യുദ്ധം ചെയ്യുന്നത്, ഞങ്ങള് വലിയ ടീമുകൾ കൊണ്ടേ ബോംബിടുന്നത്. അയ്യോ, അത് ചെറിയ രാജ്യമല്ല, അവിടെ അതുകൊണ്ട് നമുക്ക് ബോംബിടണം, നമുക്ക് അപ്പുറത്ത് കൊണ്ടിടാന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും മാറുന്നുണ്ടോ? ആലോചിച്ച് നോക്കണം. അതാണ് കളി. കളി അങ്ങനെ തന്നെയാണ്. ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ല. അവിടെ കളിച്ച് ജയിക്കുക തന്നെയാണ് പ്രാധാന്യം. അല്ലാണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഇനി അത് അവർക്ക് ഭയങ്കര വിഷമാവും. ഞാൻ പറയുന്നില്ല, ഞാൻ പോവല്ലേ. ഇവർക്ക് എന്താ അറിയോ, ഇവരെ പോലെ സൗഭാഗ്യം കിട്ടിയൊരു ഫാൻസ് ഇല്ല. കാരണം ഇവർക്ക് ഇപ്പൊ കുറച്ച് നേരത്തിന് വിഷമമുള്ളൂ. ഇനി അടുത്തേക്ക് കാത്തിരിക്കുകയാണ്. ഇനി പോർച്ചുഗലുണ്ട്, ബ്രാച്ചുകൾ, മച്ചമ്പി അളിയൻ പോയി, ഇനി മച്ചമ്പി. അതായത് മച്ചമ്പിമാർക്ക് വേണ്ടിയിട്ട് കമന്റ് വരാണ്. ഓരോ റീലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് കമന്റ്, ഏറ്റവും കൂടുതൽ ലൈക്ക് വന്ന കമന്റ് ഒക്കെ എന്താണെന്നറിയോ? അതായത് ഞാനൊരു പോർച്ചുഗൽ ആരാധകനാണ് അല്ലെങ്കിൽ ആരാധികയാണ്, എന്നിട്ടും പറയാണ് എനിക്ക് ബ്രസീലിന്റെ കാര്യത്തിൽ വിഷമുണ്ട്, സങ്കടമുണ്ട്. നിങ്ങൾ രണ്ടാളും ഒന്നാണല്ലോ, പിന്നെ എന്ത് ഡയലോഗാണ്? നിങ്ങൾ മറ്റൊരാളുടെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങൾക്കറിയാം. നിങ്ങൾ നിങ്ങൾക്ക് വിഷമമുണ്ട്. നിങ്ങൾ ഒറ്റ ശരീരം രണ്ടാണെങ്കിലും മനസ്സും നിങ്ങളെ ഒന്നാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. ഒരേ രക്തം. അതെ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ എങ്ങനെ ഉണ്ടായതാണെന്ന് അറിയാം. കാരണം എന്താ, അതായത് കപ്പ് കണ്ടുകൂടി, വലിയ പോത്താമ്പിയാണ് ബ്രസീൽ എന്നുള്ള ധാരണയിൽ കൂടി ശേഷം ഇതിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചിന്ത, ഇത് വലുതല്ലല്ലോ, നമ്മൾ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ലല്ലോ. എന്നിട്ട് അതിനിങ്ങനെ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പോർച്ചുഗലിലേക്ക് പരിണാമം സംഭവിക്കുന്നു, ഫ്രാൻസിലേക്ക് പരിണാമം സംഭവിക്കുന്നു. അത് ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിച്ചോണ്ടിരുന്നത്, ഇനിയിപ്പോ എത്ര എതിരാളികളാണ് നമുക്കുള്ളത് ഞാൻ ചിന്തിച്ചോണ്ട്. അതായത് കളിക്കുന്ന ആൾക്കാരെക്കാട്ടിലും കൂടുതൽ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരാണ് ഒക്കെ എതിരാളി. ഇത് ആരോ 48 ടീം കളിക്കുന്നതിൽ 47 രാജ്യക്കാരും അർജന്റീനയ്ക്ക് എതിരാളി. അല്ലെങ്കിൽ
ഇപ്പൊ അവര് പോലും കരുതുന്നുണ്ടാവില്ലേ നമ്മൾ അർജന്റീനയെ ഒരു എതിരാളിയായിട്ട് അവരുടെ അതായത് രാജ്യത്തിന്റെ ഫാൻസുകാരും ബ്രസീലുകാര് അല്ലെങ്കിൽ ബ്രസീൽ ഫാൻസുകാർക്ക് എല്ലാ രാജ്യത്തിലും അതായത് അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് അർജന്റീനക്കെതിരെ. ഇപ്പൊ ഈ ഒരു സംശയം അന്ന് തീർത്തു കൊടുത്തേക്കാം, അങ്ങനെയല്ലോ എല്ലാവരും അങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിക്കും. അതായത് കപ്പ് വെറുതെ VS അർജന്റീന കളി നടന്നു. ആ ടീമില്ലേ, അതായത് യുദ്ധത്തിന് വന്ന് യുദ്ധത്തിൽ പരാജയപ്പെട്ടു, അതും പോരാടി ജയിച്ചവരും തോറ്റവരും ഉണ്ട്. ആ തോറ്റവർക്ക് അർജന്റീനക്കാർ കൊടുത്ത ആദരം, റെസ്പെക്റ്റ് എന്തായിരുന്നു എന്ന് നിങ്ങൾ കാണുക. അതുപോലെ ആ ടീം, തോറ്റ ടീം ഇവർക്ക് കൊടുക്കുന്ന, അതായത് കളി, ഫുട്ബോളിന്റെ കളി അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ, വിസിൽ ലാസ്റ്റ് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശേഷമുള്ള ഒരു പരിപാടി ഉണ്ട്. ഇപ്പോൾ മെസ്സിന്റെ ജേഴ്സിക്ക് കാത്തിരിക്കുന്നു, മെസ്സിന്റെ കൂടെ സെൽഫി എടുക്കാൻ കാത്തു നിൽക്കുന്നു. അപ്പോൾ അവർ ആ സമയത്ത് അർജന്റീന എതിരാളിയായിട്ട് കാണുന്നില്ല, സപ്പോർട്ടേഴ്സും അല്ലെങ്കിൽ കട്ട ലോയൽ ഫാൻസുമായി മാറുകയാണ്. അപ്പോൾ എല്ലാ എതിരാളികളും നമ്മളെ ശത്രുക്കളാവുന്നില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ടീമുണ്ട്, അതിനുശേഷം വേറെ വരുന്നതൊക്കെ നിങ്ങളെ ടീം. അതെ, ഇവർക്കറിയാം സ്വന്തമായിട്ടുള്ള ടീം അധികം ഒന്നും അങ്ങോട്ട് ഓടി എത്തൂല, അതിന് മാത്രമുള്ള ആൾക്കാരൊന്നും ഇല്ല. അതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മറ്റേ പണ്ടുള്ള അപ്പൂപ്പാന്റെ ചന്തിക്ക്, പക്ഷേ അപ്പൂപ്പാന്റെ കാലത്ത് ആന ഉണ്ടായിരുന്നതുകൊണ്ട് ചന്തയെ താഴ്ന്നു നോക്കിയിട്ട് കിട്ടൂല. അത് അവസ്ഥയാണ്, അത്രേ ഉള്ളൂ. അന്നത്തെ കാര്യം പറഞ്ഞോണ്ടിരിക്കാം. അതാണ്. പിന്നെ ഒരു മോട്ടിവേഷൻ തരാനുണ്ട്. നിങ്ങൾക്ക് ഒരു 2022 2026 ഉണ്ടാകുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഒരു കാലം കാത്തിരിക്കുന്നുണ്ടാവും, തീർച്ചയായിട്ടും കാത്തിരിക്കുന്നുണ്ടാവും. അതായത് ഞങ്ങൾക്ക് ഒരു 2014 ഉണ്ടായിരുന്നു, അതിന് ഞങ്ങൾക്ക് ഒരു 2022 ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും വരും, ടൈം വരും. അപ്പോൾ വെയിറ്റ് ചെയ്യുക. അല്ലാതെ കാണുന്ന എല്ലാ ഘടകങ്ങളെയും കൂട്ടിപ്പിടിച്ച് നിങ്ങൾക്ക് വിമർശനം ഏറ്റുവാങ്ങാൻ ധൈര്യല്ലേ? നിങ്ങൾ ഒറ്റ കക്ഷികളായിട്ട് ഒറ്റക്ക് മത്സരിക്കണ, ഒറ്റ നെട്ടല്ലല്ലോ മനുഷ്യർക്കുള്ളൂ. 10,000 ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അത് 10,000 രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ഒരൊറ്റ മുന്നണിയിലേക്ക് വന്നിട്ട് മത്സരിക്കാൻ എന്തായാലും ത്രില്ല്. അതായത് സന്തോഷിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് സന്തോഷിക്കാൻ എന്താ അതിലുള്ളത്? അതായത് ഒറ്റ നെട്ടലുമായിട്ടാണ് നമ്മൾ ഓരോ മനുഷ്യരും ജീവിക്കുന്നത്. നിങ്ങൾ കുറേ നെട്ടല് മറ്റുള്ളവർ പണയം വെച്ച് വാങ്ങിയിട്ട് ഒരു നെട്ടല് പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് എനിക്ക് വേറെ നെട്ടലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതിലെന്ത് അഹങ്കരിക്കാനുള്ളത്? അപ്പോൾ സ്വന്തമായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളതിൽ നിന്നിട്ട് നിങ്ങളൊന്ന് ലോയൽ ഫാനായിട്ട് നിന്നിട്ട് ഘടകങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒന്ന് കളിക്കുക. തോറ്റാലും അതിനൊരു അന്തസ്സുണ്ട്. ആ തോൽവിയിൽ നിങ്ങൾ കരയുമ്പോ ആ കരച്ചിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വേദന. ഇപ്പൊ എന്തുകൊണ്ടാന്നറിയാം ഇങ്ങനെ ഇത്രയും വർത്താനം പറയേണ്ടി വന്നത്? ഈ മുന്നണി ഇല്ലേ, ഈ കൂട്ടുമുന്നണി വെച്ച് നിങ്ങൾ വരുന്നത് കൊണ്ടാണ്. അല്ലാണ്ട് നിങ്ങള് ഒരു കളി തോറ്റിട്ട് നമ്മൾ അതിനകത്ത് കയറിയിട്ട് നിങ്ങൾ കാണിക്കുന്ന പോലെ സന്തോഷിക്കുന്ന പരിപാടി ഒന്നും ഞങ്ങള് ചെയ്യൂല. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് തന്നില്ലേ പിന്നെ ഞങ്ങള് മീശം വെച്ചോണ്ട് നടക്കും. പിന്നെ എന്നാത്തിന് അത് പഠിച്ചളഞ്ഞിട്ട് നടക്കല്ല, അതിലും പേരോ കൊറേ കരയിച്ചിട്ടുണ്ട് നിങ്ങള്, മനസ്സിലായോ? അപ്പൊ അതിനുള്ളതൊക്കെ പറഞ്ഞിട്ട് തന്നെ പോവുള്ളൂ. അത് മേടിച്ചിട്ട് പോവാ. അതിനകത്ത് വേറെ ഇനി ഇങ്ങോട്ട് മറുപടി ഒന്നും വേണ്ട, മിണ്ടാണ്ട് അവിടെ ഇരുന്നോ. ഇല്ലേ അടുത്ത ടീം ഇന്ന് വൈകുന്നേരം കളിക്കുന്നുണ്ട്, അളിയനോ മച്ചമ്പിയൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നോക്ക് പോയിട്ട്. അപ്പൊ എന്തായാലും എടുത്തോന്ന് മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും ഇപ്പോഴത് പൊട്ടിപ്പോയി, അടുത്തെടുക്കുക. അപ്പൊ വെച്ചിട്ടുണ്ടല്ലോ. അതാ പറഞ്ഞേ, ഈ മച്ചമ്പിമാരും അളിയന്മാരൊക്കെ ആയിട്ട് കുറെ ഉള്ളതുകൊണ്ട് ഇന്നിപ്പോ മച്ചമ്പി പോവാണെങ്കിൽ നാളെ അടുത്ത ആളുണ്ട്. പിന്നെ ഒരു കുഴപ്പമില്ല. പണ്ടേ ശീലം അതാണല്ലോ, പിന്നെ മാറ്റാൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ശീലങ്ങളൊക്കെ അതേപോലെ തന്നെ നടക്കട്ടെ. അതന്നെ നടക്കട്ടെ. ഞങ്ങളെ ശീലവും ഞങ്ങളങ്ങ് തുടരും. മനസ്സിലായില്ലേ? ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ.